പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഗുഹകളിൽ ജീവിച്ചിരുന്ന മനുഷ്യരാശി ഇന്ന് ലോകത്തിനെ തന്നെ നിയന്ത്രിക്കുന്ന തരത്തിൽ വളരെ വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എത്രത്തോളം പുരോഗമിച്ചുവെന്ന് പറഞ്ഞാലും ഒരു ഉൽക്ക വന്ന് പതിച്ചാൽ മതി മനുഷ്യരാശി മുഴുവൻ നശിക്കും. അല്ലെങ്കിൽ വളരെ മാരകമായ ഒരു വൈറസ് വിചാരിച്ചാൽ പോലും മനുഷ്യരാശിയെ മുഴുവൻ ഭൂമുഖത്തിൽ നിന്നും തന്നെ തുടച്ചു മാറ്റാൻ കഴിയും. ഇതിൽ നിന്നുമൊക്കെ അതിജീവിക്കാനായാലും ഒരുപക്ഷെ സ്വയം വരുത്തിവെക്കുന്ന വംശനാശത്തിൽ നിന്നും രക്ഷപ്പെടാൻ മനുഷ്യന് കഴിയാതെ വന്നേക്കാം. അങ്ങനെ മനുഷ്യവർഗം മുഴുവൻ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ പതിയെ കാലക്രമേണ ഭൂമി ഒരു ഹരിത മനോഹരമായ ഗ്രഹമായിട്ട് മാറും. അപ്പോൾ മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം സമൃദ്ധമായി ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. അങ്ങനെ ഭൂമി മുഴുവൻ വൈവിധ്യമാർന്ന പുതിയ തരം ജീവജാലങ്ങൾ കൊണ്ട് നിറയാൻ തുടങ്ങും. ഒടുവിൽ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു പുതിയ ജീവിവർഗം ബുദ്ധിയുള്ളവരായിട്ട് പരിണമിക്കുകയും അവരും ഇന്നത്തെ മനുഷ്യരെ പോലെ ഒരു പുരോഗമന സമൂഹമായിട്ട് മാറുകയും ചെയ്താൽ തീർച്ചയായും ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ ഭൂമിയുടെ ചരിത്രം പഠിക്കാൻ അവരും ശ്രമിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ പ്രകൃതിയുടെ കരവിരുത് കാരണം ഇന്നത്തെ മനുഷ്യരുടെ യാതൊരു തെളിവും അന്നുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പണ്ട് ഭൂമിയിൽ മനുഷ്യവർഗമുണ്ടായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലാക്കാനും കഴിയില്ല. അങ്ങനെയെങ്കിൽ ഇതുപോലെ മനുഷ്യരാശി ഉണ്ടാകുന്നതിനും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വളരെയധികം പുരോഗമിച്ച ഒരു ജീവിവർഗം ഭൂമിയിൽ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയില്ലേ? ഇത് തന്നെയാണ് സിലൂരിയൻ സിദ്ധാന്തത്തിൽ പറയുന്നതും. എന്താണ് സിലൂരിയൻ സിദ്ധാന്തമെന്നും ഈ സിദ്ധാന്തത്തിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നും നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, സിലൂരിയൻ സിദ്ധാന്തം എന്നത് നമ്മെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു സിദ്ധാന്തം തന്നെയാണ്. പക്ഷേ ഇത് യാതൊരു തെളിവുകളുടെയോ കൃത്യമായ കാരണങ്ങളുടെയോ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ഒരു സിദ്ധാന്തമല്ല. മറിച്ച് ഇത് വെറും ഒരു സാങ്കല്പികതയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ സിദ്ധാന്തം മാത്രമാണ്. ശാസ്ത്രജ്ഞരായ ആദം ഫ്രാങ്കും ഗാവിനുമാണ് ഈ സിദ്ധാന്തം രൂപപ്പെടുത്തിയത്. മനുഷ്യരെ പോലെ അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ പുരോഗമിച്ച ഒരു സമൂഹം മനുഷ്യർക്ക് മുന്നേ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് പല ദശലക്ഷം വർഷങ്ങളായി. പല ദശലക്ഷമെന്ന് കേൾക്കുമ്പോൾ അത് വളരെ വലിയൊരു കാലഘട്ടം തന്നെയാണ്. എന്നാൽ ഇത് ഭൂമിയുടെ ചരിത്രത്തിന്റെ 0.01% പോലും ആകുന്നില്ല. കാരണം ഭൂമിയുടെ ചരിത്രത്തിന് 450 കോടി വർഷങ്ങളുടെ പഴക്കമുണ്ട്. 50 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ ഭൂമിയിൽ സങ്കീർണമായ ജീവജാലങ്ങൾ പരിണമിക്കുകയും അവ ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇത്രയും വലിയ ചരിത്രത്തിൽ മനുഷ്യന്റെ പല ദശലക്ഷം കാലഘട്ടം എന്നത് വളരെ വളരെ ചുരുങ്ങിയ കാലമാണ്. പക്ഷേ ഇത്രയും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ മനുഷ്യരാശി ഇന്ന് കാണുന്ന തരത്തിൽ പുരോഗമിച്ചുവെങ്കിൽ 450 കോടി വർഷം പഴക്കമുള്ള ഭൂമിയിൽ ഒരുപക്ഷെ മനുഷ്യരെ പോലെ പണ്ട് വേറെയും പുരോഗമന സമൂഹങ്ങൾ ഉണ്ടാകാനും അവ നശിച്ചു പോകാനും സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ മനുഷ്യർക്ക് മുന്നേ ഒരു പുരോഗമന സമൂഹം ഉണ്ടായിരുന്നെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? അവരുടെ എന്ത് തെളിവുകളായിരിക്കും ഭൂമിയിൽ അവശേഷിക്കുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ കാര്യം തന്നെ ചിന്തിച്ചു നോക്കണം. മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് പല ദശലക്ഷം വർഷങ്ങളായി. ഏകദേശം 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതലാണ് സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗം ആരംഭിച്ചത്. കുറഞ്ഞത് ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തൊട്ടെങ്കിലും ആധുനിക മനുഷ്യൻ ഭൂമിയിലുണ്ട്. പക്ഷേ ഇത്രയും കാലങ്ങൾക്ക് മുൻപ് തൊട്ട് തന്നെ മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിലും ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപ് വരെയും മനുഷ്യരാശി വെറും ഗുഹാ മനുഷ്യർ മാത്രമായിരുന്നു. ഇങ്ങനൊരു സമൂഹം ഭൂമിയിൽ ജീവിച്ചിരുന്നതിന്റെ തെളിവുകൾ കാലാകാലങ്ങളോളം ഭൂമിയിൽ അവശേഷിപ്പിക്കുന്ന തരത്തിൽ അന്നത്തെ മനുഷ്യർ പുരോഗമിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ഇത്തരമൊരു പുരോഗമന സമൂഹം ഒരുപക്ഷെ പല ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നിലനിന്നിരുന്നുവെങ്കിൽ അവയുടെ യാതൊരു തെളിവും ഇന്ന് അവശേഷിക്കുന്നുണ്ടായിരിക്കില്ല. കാരണം അവരുടെ ഒരേ ഒരു തെളിവെന്നത് അവരുടെ അസ്ഥികൂടങ്ങൾ മാത്രമാണ്. എന്നാൽ അസ്ഥികൂടങ്ങൾ പൂർണ്ണമായും നശിക്കാൻ ഏതാനും ചില പതിറ്റാണ്ടുകൾ തന്നെ മതിയാകും. കൃത്യമായ അവസ്ഥകളിൽ ഒരുപക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങളോളം വരെ അവ നശിക്കാതെ കിടക്കും.
അപ്പോൾ നൂറുകണക്കിന് കോടി വർഷങ്ങളുടെ പഴക്കമുള്ള ഭൂമിയിൽ ഇതുപോലത്തെ സമൂഹങ്ങൾ ഒരുപാട് തവണ പരിണമിക്കുകയും യാതൊരു തരത്തിലുമുള്ള തെളിവുകളും അവശേഷിപ്പിക്കാതെ അവരെല്ലാം നശിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. നിർഭാഗ്യവശാൽ അത് കണ്ടുപിടിക്കാൻ നമുക്ക് യാതൊരു മാർഗവുമില്ല. എന്നാൽ അവർ കുറച്ചുകൂടെ പുരോഗമിച്ചവരായിരുന്നുവെങ്കിലോ? ഏകദേശം 10,000 വർഷങ്ങളോളമായി മനുഷ്യൻ ലോഹ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇതുപോലെ ലോഹ പദാർത്ഥങ്ങളെ ഉപയോഗിക്കാനും അതിനെ ആയുധമാക്കാനുമൊക്കെ അറിയാവുന്ന തരത്തിൽ പണ്ട് പുരോഗമന സമൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവരുപയോഗിച്ചിരുന്ന ലോഹങ്ങളുടെ തെളിവുകൾ ഇന്ന് നമുക്ക് ലഭിക്കേണ്ടതല്ലേ? ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ലോഹ പദാർത്ഥങ്ങളെല്ലാം ബയോളജിക്കൽ പരമായും ജിയോളജിക്കൽ പരവുമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതിനാൽ കൃത്യമായ അവസ്ഥകളുണ്ടെങ്കിൽ പോലും നൂറുകണക്കിന് വർഷങ്ങൾ മുതൽ ആയിരക്കണക്കിന് വർഷങ്ങൾ വരെ മാത്രമേ അവ അവശേഷിക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ അവയും പൂർണ്ണമായും നശിക്കും. അങ്ങനെയെങ്കിൽ അവർ വീണ്ടും കുറച്ചുകൂടെ പുരോഗമിച്ചവരായിരുന്നുവെങ്കിലോ? അതായത് ഈജിപ്ഷ്യൻസിനെ പോലെ ഭീമാകാരമായ പിരമിഡ്സ് ഒക്കെ നിർമ്മിക്കാൻ കഴിയുന്നവരായിരുന്നുവെങ്കിൽ അവർ പണ്ട് നിർമ്മിച്ച വലിയ ഗോപുരങ്ങളൊക്കെ ഇന്നും നമ്മൾ കാണേണ്ടതല്ലേ? അതുപോലെ തന്നെ ഇത്രയും പുരോഗമിച്ച ഒരു സമൂഹം തീർച്ചയായും വൻതോതിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനുവേണ്ടി ഒരുപാട് വനങ്ങൾ വെട്ടി നശിപ്പിക്കുകയും കൃത്രിമമായിട്ട് നദികൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനോടൊപ്പം അന്നത്തെ വലിയ ജനതയ്ക്ക് വേണ്ടി വലിയ സിറ്റികളും അവർക്ക് നിർമ്മിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു പുരോഗമന സമൂഹം പണ്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ അവശേഷിപ്പുകൾ അല്ലെങ്കിൽ തെളിവുകൾ ഇന്ന് നമുക്ക് ലഭിക്കേണ്ടതല്ലേ? കഴിഞ്ഞ ഏതാനും ചില ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ഇത്തരമൊരു സമൂഹം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അവരുടെ എന്തെങ്കിലും തെളിവുകൾ നമുക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ അവർ പല കോടി വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്നവരാണെങ്കിൽ അവരുടെ സകല തെളിവുകളും ഇത്രയും കാലത്തിനുള്ളിൽ പൂർണ്ണമായും നശിച്ചു പോയിട്ടുണ്ടാകും. എന്തെന്നാൽ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന പ്രതിഭാസം കാരണം ഭൂമിയുടെ ഉപരിതലത്തിന് നിരന്തരമായിട്ട് രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇന്ന് കാണുന്ന സ്ഥലങ്ങൾ ഒരുപക്ഷെ ഇനിയും പല കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ആഴക്കടലിനടിയിലായിരിക്കും കാണുന്നത്. ചിലപ്പോൾ ഇത്രയും കാലത്തിനുള്ളിൽ ഒരു ഭൂഖണ്ഡം തന്നെ മുഴുവനായും തിളച്ചുമറിയുന്ന മാൻഡിൽ പാളിയിൽ മുങ്ങി പൂർണ്ണമായും കത്തി നശിക്കും. എന്തായാലും ഉപരിതലം നിരന്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ അത്തരമൊരു പുരോഗമന സമൂഹം നിർമ്മിക്കുന്ന ഭീമാകാരമായ വലിയ കെട്ടിടങ്ങളും ഗോപുരങ്ങളുമൊക്കെ കാലങ്ങൾ കഴിയുമ്പോൾ മണ്ണിനടിയിലാവുകയും മണ്ണിനോട് ചേരുകയും ചെയ്യും. ഈ ഒരു കാരണം കൊണ്ട് ഇത്തരമൊരു പുരോഗമന സമൂഹം പണ്ട് ഭൂമിയിലുണ്ടായിരുന്നെങ്കിലും അത് കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അവരുടെ ഫോസിൽസ് നമുക്ക് ലഭിക്കേണ്ടതല്ലേ? ഫോസിൽസ് എന്നാൽ മണ്ണിനടിയിൽ കാണപ്പെടുന്ന വെറും അസ്ഥികൂടങ്ങൾ മാത്രമാണെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ശരിക്കും അതല്ല ഫോസിൽസ്. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ കേടാകാതിരിക്കുന്ന അവശേഷിപ്പുകൾ എന്തായാലും അതാണ് ഫോസിൽസ്. അതൊരുപക്ഷെ ആ ജീവിയുടെ എല്ലുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലുകളുടെ അടയാളം പതിഞ്ഞ പാറ കേടാകാതിരിക്കുന്നതുമായിരിക്കാം. എന്തായാലും ഒരു ജീവിയുടെ ശരീരം ഫോസിലായി മാറുന്നത് വളരെ വളരെ അപൂർവമായിട്ട് മാത്രമാണ്. അങ്ങനെ ഫോസിലായിട്ട് മാറണമെങ്കിൽ അതിനൊരുപാട് വ്യവസ്ഥകളുണ്ട്. പ്രധാനമായും ആ ജീവിയുടെ ശരീരത്തിൽ കഠിനമായ ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് എല്ലുകൾ, പല്ലുകൾ, കട്ടിയുള്ള തോടുകൾ, അതുപോലെയുള്ളവ. ഈ ജീവി മരണപ്പെട്ട ഉടനെ തന്നെ അത് സുരക്ഷിതമായി മൂടപ്പെടണം. അതായത് മണ്ണിനടിയിലാകണം. മൂടപ്പെടുന്ന സ്ഥലത്തിൽ കഠിനമായ സമ്മർദ്ദമുണ്ടായിരിക്കണം. ഓക്സിജൻ തീരെ കുറവായിരിക്കണം. ഇങ്ങനെ ഒരുപാട് വ്യവസ്ഥകളുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് സംഭവിച്ചാൽ മാത്രമേ ആ ജീവിയുടെ ശരീരം അല്ലെങ്കിൽ എന്തെങ്കിലും അവശേഷിപ്പ് കേടാകാതിരിക്കുകയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇങ്ങനെ ഫോസിലായതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല, അത് നമ്മൾ കണ്ടെത്തുകയും കൂടെ വേണം. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഈ ഫോസിൽ ഭൂമിയുടെ ആഴങ്ങളിൽ നിന്നും ഭൂശാസ്ത്രപരമായ പ്രക്രിയകളിലൂടെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ എത്തണം. പിന്നെ കൃത്യമായിട്ട് നമ്മൾ ആ സ്ഥലത്തിൽ തന്നെ കുഴിച്ചു നോക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫോസിൽ കണ്ടെത്തുക എന്നത് അത്യധികം അപൂർവമായ കാര്യമാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പണ്ട് കോടിക്കണക്കിന് ദിനോസറുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നിട്ടും അവയുടെ വെറും ആയിരക്കണക്കിന് ഫോസിൽസ് മാത്രമാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഓർക്കുക, ഏകദേശം 20 കോടി വർഷങ്ങളോളം കാലം കടലിലും കരയിലും ആകാശത്തിലും വരെ സമൃദ്ധമായിട്ട് ജീവിച്ചിരുന്ന വർഗമാണ് ദിനോസറുകൾ.
വെറും ഏതാനും ചില ലക്ഷം വർഷങ്ങളായിട്ട് ജീവിക്കുന്ന മനുഷ്യവർഗത്തിൽ പോലും കുറഞ്ഞത് 8,000 കോടി മനുഷ്യരെങ്കിലും ഇതുവരെ ഉണ്ടായി കാണുമെന്നാണ് നിഗമനം. അങ്ങനെയെങ്കിൽ 20 കോടി വർഷക്കാലം ജീവിച്ചിരുന്ന ഡൈനോസർ വർഗത്തിൽ എത്രമാത്രം ദിനോസറുകൾ ഉണ്ടായി കാണുമെന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഇത്രയും അധികം ഉണ്ടായിരുന്ന ദിനോസറുകളുടെ ഫോസിൽസ് പോലും കണ്ടെത്തുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമാണെങ്കിൽ, ഏതാനും ചില ലക്ഷം വർഷങ്ങൾ അല്ലെങ്കിൽ ദശലക്ഷം വർഷങ്ങൾ മാത്രം ജീവിച്ചിരുന്ന ഒരു പുരോഗമന സമൂഹം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ഫോസിൽസ് കണ്ടെത്തുന്നത് തികച്ചും അസംഭവ്യമായ കാര്യമാണ്. ഇനി ഒരുപക്ഷെ അവരുടെ ഏതെങ്കിലും ഫോസിൽസ് നമ്മൾ അബദ്ധത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതൊരു പുരോഗമന സമൂഹത്തിലെ ജീവിയുടെ ഫോസിലാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇനി ഒരുപക്ഷെ ഇന്നത്തെ മനുഷ്യരെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പുരോഗമിച്ച ഒരു സമൂഹം പണ്ട് ഭൂമിയിൽ ജീവിച്ചിരുന്നെങ്കിലോ? ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപ് വരെ ഭൂമിയിൽ മനുഷ്യന്റെ സ്ഥാനമെന്നത് മറ്റ് ജീവികൾക്കൊപ്പം മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യനാണ് ഭൂമിയെ മുഴുവൻ അടക്കി വാഴുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിലും അന്തരീക്ഷത്തിലും ആഴക്കടലിന്റെ അടിത്തട്ടിലും വരെ മനുഷ്യന്റെ അടയാളങ്ങൾ ധാരാളം കാണാൻ കഴിയും. ഇന്നൊരു അന്യഗ്രഹ ജീവി ഭൂമിയുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്നിറങ്ങിയാൽ ഉടനെ തന്നെ ഇവിടെ ഒരു പുരോഗമന സമൂഹമുണ്ടെന്ന കാര്യം അവർക്ക് തിരിച്ചറിയാൻ കഴിയും. മനുഷ്യവാസമില്ലാത്ത അന്റാർട്ടിക്കയിൽ നിൽക്കുമ്പോൾ പോലും അവിടുത്തെ അന്തരീക്ഷവും ജലവുമൊക്കെ പരിശോധിക്കുമ്പോൾ ഇതൊരു പുരോഗമന സമൂഹമുള്ള ഗ്രഹമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ മനുഷ്യന്റെ സാന്നിധ്യം ഇന്ന് ഭൂമിയിൽ പ്രസക്തമാണ്. ഒരുപക്ഷെ ഒരു മഹാവംശനാശത്തിൽ മനുഷ്യരാശി മുഴുവൻ നശിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഭാവിയിലുള്ള ഒരു പുരോഗമന സമൂഹത്തിന് കണ്ടുപിടിക്കാൻ കഴിയില്ലേ? ഇന്ന് ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 1% മാത്രമാണ് നഗരവൽക്കരിച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ നമ്മുടെ റോഡുകളും കെട്ടിടങ്ങളും മറ്റ് നിർമ്മിതികളുമൊക്കെ ഭൂമിയുടെ ഉപരിതലത്തിന്റെ 1% മാത്രമേ മൂടിയിട്ടുള്ളൂ. മനുഷ്യൻ ഇല്ലാതായി കഴിഞ്ഞാൽ 10,000 വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം തകർന്ന് മണ്ണിനോട് ചേരും. നേരത്തെ പറഞ്ഞ പ്ലേറ്റ് ടെക്ടോണിക്സ് കാരണം പല കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്നത്തെ മനുഷ്യന്റെ സകല തെളിവുകളും ഇല്ലാതാകും. ഒരു 3ാം ലോക മഹായുദ്ധമുണ്ടായിട്ടാണ് മനുഷ്യരാശി നശിക്കുന്നതെങ്കിൽ പോലും ഏതാനും ചില ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ തന്നെ അതിൽ നിന്നുമുണ്ടായ റേഡിയോ ആക്റ്റീവ് അവശിഷ്ടങ്ങളെല്ലാം പൂർണ്ണമായും നശിക്കും. അത്രയും കാലത്തിനുള്ളിൽ തന്നെ മറ്റൊരു സമൂഹം ഭൂമിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായും മനുഷ്യരുടെ വ്യക്തമായ തെളിവുകൾ ലഭിക്കും. എന്നാൽ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പറഞ്ഞ നേരിട്ടുള്ള യാതൊരു തെളിവുകളും ലഭിക്കുകയില്ല. പക്ഷേ ഈ പറഞ്ഞ നേരിട്ടുള്ള തെളിവുകൾക്ക് പുറമെ മറ്റ് പല തരത്തിലുമുള്ള തെളിവുകളും ഇത്രയേറെ പുരോഗമിച്ച ഒരു സമൂഹം തീർച്ചയായും അവശേഷിപ്പിക്കും. ഒരുപാട് പാളികളുള്ള പാറകളാണ് സെഡിമെന്ററി റോക്സ്. ഇതിന്റെ ഓരോ പാളിയും ഓരോ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ ഓരോ പാളിയിലും അതുണ്ടായ കാലഘട്ടത്തിനെ കുറിച്ചുള്ള പല രഹസ്യങ്ങളും ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ വൻ തോതിലാണ് ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുവേണ്ടി വലിയ തോതിൽ വളം ഉപയോഗിക്കുന്നുമുണ്ട്. അനന്തരഫലമായി അന്തരീക്ഷത്തിലെ നൈട്രജൻ സൈക്കിളിനെ ഇത് ആകെ തകിടം മറിക്കുകയാണ്. ഇന്ന് നമ്മൾ ധാരാളം ലോഹ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഗോൾഡ്, പ്ലാറ്റിനം, കോപ്പർ അങ്ങനെ പല ലോഹങ്ങൾ. ഭാവിയിൽ ഒരു പുരോഗമന സമൂഹം സെഡിമെന്ററി പാറകളിൽ പരിശോധിക്കുമ്പോൾ അതിന്റെ ഒരു പാളിയിൽ, അതായത് ഇന്നത്തെ കാലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പാളിയിൽ ഈ ലോഹങ്ങളുടെയും നൈട്രജന്റെയും ഒക്കെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ പാളി ഉണ്ടായ കാലഘട്ടത്തിൽ ഒരു പുരോഗമന സമൂഹം ജീവിച്ചിരുന്നു എന്നതിന്റെ ഒരു തെളിവായിരിക്കും അത്. എന്നാൽ അതിനേക്കാൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് കാർബന്റെ അളവാണ്. ഫോസിൽ ഫ്യൂവലിനെ ഇന്ധനമാക്കാൻ പഠിച്ചതുകൊണ്ടാണ് മനുഷ്യരാശി ഇത്രയും പുരോഗമിച്ചത്. ഇന്നും പ്രതിദിനം വലിയ തോതിലാണ് ഫോസിൽ ഫ്യൂവൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഫോസിൽ ഫ്യൂവൽസിലും പിന്നെ ആഹാര ശൃംഖലയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാർബണാണ്. ഈയൊരു കാരണത്തിനാൽ തന്നെ നമ്മൾ കൂടുതൽ ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അന്തരീക്ഷത്തിലെ കാർബന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യും. ഈ വർധനവിന്റെ അടയാളം സെഡിമെന്ററി പാറകളിൽ നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരമൊരു വർധനവിന്റെ രേഖ സെഡിമെന്ററി പാറയിലുണ്ടെങ്കിൽ അതൊരുപക്ഷെ പണ്ട് ജീവിച്ചിരുന്ന പുരോഗമന സമൂഹത്തിനെ ആയിരിക്കും അത് സൂചിപ്പിക്കുന്നത്. ഇതിനു പുറമെ കോടിക്കണക്കിന് വർഷങ്ങളോളം സമയം വരെ നശിക്കാതെ കിടക്കുന്ന വളരെ അപൂർവമായ ചില റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളും ഇന്ന് നമ്മൾ ലാബുകളിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇത്തരമൊരു പദാർത്ഥത്തിനെ കണ്ടെത്തിയാൽ അതിനർത്ഥം അതിനെ ഏതോ ഒരു പുരോഗമന സമൂഹം നിർമ്മിച്ചുവെന്നാണ്. അതുപോലെ പറയേണ്ട മറ്റൊരു കാര്യമെന്നത് ഇന്ന് ഭൂമിയിൽ പുരോഗമന സമൂഹമുണ്ടെന്നതിന്റെ തെളിവുകൾ ബഹിരാകാശത്തിലും മറ്റ് ഗ്രഹങ്ങളിലും വരെ ധാരാളം ലഭ്യമാണ്.
അതായത് നമ്മൾ ബഹിരാകാശത്തിലേക്ക് അയച്ചിട്ടുള്ള പേടകങ്ങളും റോക്കറ്റുകളുമൊക്കെ. ചന്ദ്രനിൽ പതിഞ്ഞ കാൽപ്പാടുകൾ ഇനിയും പല കോടി വർഷങ്ങളോളം കാലം നിലനിൽക്കും. കാരണം ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന പ്രതിഭാസമില്ലാത്തതിനാൽ കോടിക്കണക്കിന് വർഷങ്ങളോളം കാലം ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഒരു മാറ്റവും സംഭവിക്കുകയില്ല. ഇതുതന്നെയാണ് മാർസ് ഗ്രഹത്തിന്റെ അവസ്ഥയും. മാർസ് ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ നമ്മൾ ഇറക്കിയിട്ടുള്ള റോവർ വാഹനങ്ങളൊക്കെ പ്രവർത്തനരഹിതമായാലും നശിച്ചാലും അതിന്റെ തെളിവുകൾ ഉപരിതലത്തിൽ തന്നെ പല ദശലക്ഷം വർഷങ്ങളോളം കാലം നിലനിൽക്കും. ഇതുപോലെ ബഹിരാകാശത്തിലേക്കും മറ്റ് ഗ്രഹങ്ങളിലേക്കും പേടകങ്ങൾ അയക്കാൻ കഴിയുന്ന തരത്തിൽ പുരോഗമിച്ച ഒരു സമൂഹം പണ്ട് ഭൂമിയിലുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ ഇന്ന് നമുക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷേ ഇതുപോലെയുള്ള എന്തെങ്കിലും തെളിവുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ? നിർഭാഗ്യവശാൽ ഇതുവരേക്കും അങ്ങനെ യാതൊരു തെളിവും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പണ്ടൊരിക്കൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെയും ഓക്സിജന്റെയും അളവിൽ വലിയ വ്യതിയാനം സംഭവിച്ചതിന്റെ തെളിവ് കണ്ടെത്തിയിട്ടുണ്ട്. അത് സംഭവിച്ചത് ഏകദേശം 5.5 കോടി വർഷങ്ങൾക്ക് മുൻപാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ദിനോസറുകളുടെ വംശനാശത്തിനു ശേഷം സസ്തനികൾ ഭൂമിയിലെമ്പാടും വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ. പക്ഷേ അതൊരു പുരോഗമന സമൂഹം കാരണമുണ്ടായതാണോ എന്ന് നമുക്കറിയില്ല. എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളുടെ അനന്തരഫലമായിട്ട് സംഭവിച്ച വ്യതിയാനമാണെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും മനുഷ്യർക്ക് മുന്നേ ഒരു പുരോഗമന സമൂഹം ജീവിച്ചിരുന്നു എന്ന് ചിന്തിക്കാനുള്ള യാതൊരു തരത്തിലുമുള്ള ഒരൊറ്റ തെളിവ് പോലും നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. മാത്രമല്ല ഇത് വെറും ഒരു സാങ്കല്പിക സിദ്ധാന്തം മാത്രമാണെന്നും നിങ്ങൾ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.